GCC കൺട്രികളിൽ സൗദി കഴിഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ് ഒമാൻ. ഒരുപാട് മലകളും താഴ്വാരങ്ങളൊക്കെ ഉള്ളൊരു രാജ്യം. കഴിഞ്ഞ 2024 ഏപ്രിൽ മാസത്തിലാണ് ഒമാനെ പിടിച്ചു കുലുക്കിയ ഒരു പ്രളയമൊക്കെ ഉണ്ടാകുന്നത്. മഴ പെയ്താൽ നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ഒരുപാട് വെള്ളച്ചാട്ടങ്ങളൊക്കെ പ്രത്യക്ഷമാകുന്ന ഒരു സ്ഥലം തന്നെയാണ് ഒമാൻ. അങ്ങനെ ഈ പ്രളയത്തിൽ ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഒമാനിലുണ്ടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒമാനിലെ സൊഹാർ എന്നൊരു ബീച്ചിലേക്കാണ് യാത്ര. നമുക്ക് കാഴ്ചകൾ കാണാം. നമ്മുടെ യാത്ര ആരംഭിക്കുന്നത് ഒമാനിലെ അൽബുറൈമി എന്നൊരു ഗവർണറേറ്റിൽ നിന്നാണ്. ഏകദേശം 100 കിലോമീറ്ററോളം യാത്ര ചെയ്താണ് നമ്മൾ സൊഹാർ എന്ന സ്ഥലത്തേക്ക് എത്തുന്നത്. ഞങ്ങളുടെ അടുത്തുനിന്ന് ഏറ്റവും അടുത്തുള്ള ബീച്ച് സൊഹാറിലാണ്. ഇത് അൽബുറൈമി ഗേറ്റ് ആട്ടോ. ഇവിടെ ഓരോ ഗവർണറേറ്റിലോട്ടും കിടക്കുമ്പോൾ ഇതുപോലത്തുള്ള ഗേറ്റുകളുണ്ടാവും. നമ്മുടെ നാട്ടിലൊക്കെ ഇങ്ങനെ ഓരോ ഡിസ്ട്രിക്റ്റിലോട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ ഇതുപോലത്തെ ഗേറ്റൊക്കെ വെച്ചെങ്കിൽ എന്ത് രസമായിരിക്കും അല്ലേ. ഈ ഒമാൻ എന്ന് പറയുമ്പോൾ തന്നെ ഉണ്ടല്ലോ ഒരുപാട് മലകളൊക്കെ ഉള്ളൊരു രാജ്യമാണ്. ഞങ്ങളിപ്പോൾ പോകുന്ന കുറേ മലകൾക്ക് നടുവിലൂടെ കേട്ടോ. ശരിക്കും പറഞ്ഞാലൊന്ന് ആലോചിച്ച് നോക്കി, ഈ ഒരു മരുഭൂമി ഇങ്ങനെ നിൽക്കുന്ന സ്ഥലത്ത് പച്ചപ്പ് നിറഞ്ഞിട്ടുള്ളൊരു സ്ഥലമാണെങ്കിലോ. അതായത് ഏകദേശം മസ്കറ്റിൽ നിന്ന് 1000 കിലോമീറ്ററോളം സഞ്ചരിച്ചാൽ നമുക്ക് സലാല എത്തിച്ചേരാം. സലാല ഫുള്ള് ഒരു 2-3 മാസം മഴയൊക്കെ പെയ്യുന്ന സ്ഥലമാണ്, നമ്മുടെ കേരളം പോലെ തന്നെ. അന്നേരം അവിടെ ഫുള്ള് പച്ചപ്പ് നിറഞ്ഞുള്ള സ്ഥലമാകുമ്പോൾ നമുക്ക് സലാലയുടെ കാഴ്ച ഒരു ദിവസം കാണിക്കാം കേട്ടോ നിങ്ങളെ. എന്തായാലും നമ്മളിത് ബീച്ചിലെത്തി. ഇനി ബീച്ചിലെ കാഴ്ച നമുക്ക് കാണാം. ഇവിടെയൊക്കെ പണ്ട് ഒരുപാട് കച്ചവടക്കാർ ഇരുന്ന ഒരു സ്ഥലമാട്ടോ. ഇപ്പം ഉണ്ടോ ബീച്ചിൻ്റെ സൈഡ് മൊത്തം വെള്ളം കയറിപ്പോയി. വെള്ളം എന്ന് വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കുന്നേക്കാളൊക്കെ ഇരട്ടി വെള്ളം ഇവിടെ വന്നിട്ടുണ്ടോ. കാരണം വെച്ചാൽ ഒരുപാട് ആൾക്കാരുടെ ഉപജീവന മാർഗ്ഗമായിരുന്നു ഈ ഒരു കടയും കാര്യങ്ങളൊക്കെ. വൈകിട്ടായിരുന്നു ഇവിടെ കൂടുതലും, വന്നാലും പകലൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുതിര സഫാരി ഉണ്ടായിരുന്നു. അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പണ്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം നശിച്ചു. ശരിക്കും പറഞ്ഞാൽ ചെറിയൊരു 2-3 ദിവസം മഴ പെയ്തുള്ളൂ. അന്നേരത്തിന് ഈ ഒരു അവസ്ഥ കേട്ടോ. കണ്ടോ ബീച്ചിലോട്ട് ഇറങ്ങാൻ പോലും പറ്റാത്തൊരവസ്ഥയായി. അങ്ങനെയാണ് ഒമാൻ്റെ മിക്ക ബീച്ചുകളും തന്നെ ഇതുപോലെ ഈ ഒരു അവസ്ഥ നേരിടുന്നുണ്ട് ഇപ്പം. വെള്ളത്തിൽ ചാരണോ? പോരെ പയ്യ ഓർമ്മ കേട്ടോ. അവിടെ ഇതുണ്ടോ മൊത്തം കലങ്ങി വെള്ളം കേട്ടോ. പണ്ടൊക്കെ ഇത് തെളിഞ്ഞു വന്നോണ്ടിരുന്നോ. ഇപ്പൊ ഫുള്ള് ഇങ്ങനെ കലങ്ങി പോയിക്കൊണ്ടിരിക്കുക. അതേ തന്നെ എഴുതി വെച്ചാൽ നിങ്ങള് കടലമ്മാന്നോ? ആഹാ കൊള്ളാലോ. ആശു കടലമ്മേനെ കണ്ടാവോ ആശു? കാല് പയ്യെ നനച്ചോട്ടോ, കുഴപ്പമില്ല. ഈ വീഡിയോ കാണുന്നവർ എത്ര പേര് ഒമാനിലാണെന്ന് എനിക്കറിയില്ല. അപ്പം നിങ്ങളുടെ സ്ഥലത്തൊക്കെ ഈ മഴക്കാലത്തൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു നിങ്ങൾ ഉണ്ടെങ്കിൽ അവിടേക്ക് എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ സംഭവിച്ചോന്നൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ, ഒമാനിലുള്ളവരെ കാണുവാണെങ്കിൽ. അപ്പം എന്തായാലും കണ്ടോ ഇതൊക്കെയാണ് ഇപ്പം ഓരോ ബീച്ചിൻ്റെ അവസ്ഥ ഇവിടെ ഗൾഫിൽ. എന്തായാലും ഇനിയും ഇതുപോലെ വലിയ വലിയ മഴകളൊന്നും ഇവിടെ വരാതിരിക്കട്ടെ കേട്ടോ. മഴ വന്നാൽ ഇവിടെ മൊത്തം സീനാണ്. ഞങ്ങൾ പോകുന്ന വഴിക്ക് എന്തോരം റോഡാണ് അറിയാം പോയേക്കുന്നത്. മൊത്തം റോഡുകളിങ്ങനെ ഒലിച്ചു പോയിട്ടുണ്ട് കുറേ സ്ഥലത്ത്. അഞ്ചലോ വലിയ തിര വരും കേട്ടോ. ഈ പ്രളയമൊക്കെ വരുന്നതിന് മുമ്പ് ഇവിടേക്ക് എത്ര ടൂറിസ്റ്റുകൾ വരുന്നുണ്ടെന്ന സ്ഥലമെന്നറിയോ. ഇപ്പം അതിൻ്റെയൊക്കെ എണ്ണം വളരെ കുറഞ്ഞു കേട്ടോ. കാരണം വെച്ചാൽ നമ്മുടെ അവിടെ കുറേ സ്ഥലങ്ങളൊക്കെ ബീച്ചൊക്കെ ഇങ്ങനെ കടലെടുത്ത് പോയി. എന്തായാലും ഇതൊക്കെ അവർ എത്രയും പെട്ടെന്ന് തന്നെ റെഡി ആയിക്കൊണ്ട് വരും. കാരണം വെച്ചാൽ ഇവിടുത്തെയൊക്കെ പണികൾ എന്നാ പറഞ്ഞത് വളരെ ഫാസ്റ്റായിരിക്കും. ചിലപ്പോൾ ഈ ഒരു ബീച്ച് ഇനി അടുത്ത വർഷം വന്ന് നോക്കും ഇതുപോലെയൊന്നും ആയിരിക്കില്ല. ഇതിനേക്കാൾ അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടാവും. എന്നാലും നമുക്കതിനു വേണ്ടി കാത്തിരിക്കാം. ഈ പാർക്കിൻ്റെ ഈ ഒരു വശം മാത്രമേ ഉള്ളൂ കേട്ടോ പോകാത്തേ ഉള്ളൂ. ഇതിൻ്റെ അപ്പുറത്തോട്ട് കുറേ ദൂരം ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഒരു മഴയത്ത് ഒലിച്ചു പോയി. നമ്മുടെ ഇവിടെ നിൽക്കുന്ന കൂടുതലും മരങ്ങളൊക്കെ ഉണ്ടോ ആര്യവേപ്പാണ്. ഫുള്ള് ആര്യവേപ്പ് നട്ടുപിടിച്ച കേട്ടോ. ഈ ആര്യവേപ്പിൻ്റെ പ്രത്യേകത നല്ല തണൽ നൽകുന്ന മരം കേട്ടോ. കുറേ ഔഷധങ്ങൾക്കൊക്കെ യൂസ് ചെയ്യുന്ന മരമല്ലേ. പക്ഷെ ഇവിടെ ഇങ്ങനെ കുറേ ഉണ്ട് കേട്ടോ. നമ്മുടെ നാട്ടിൽ ആര്യവേപ്പ് അധികം കണ്ടിട്ടില്ല കേട്ടോ. അങ്ങോട്ട് നല്ല രസമാണ്. അഞ്ചിലും അവിടെ കളിക്കും കേട്ടോ. ഇവിടെ ഫുള്ള് കണ്ടോ മണ്ണാ. പിള്ളേർക്ക് വീണാലൊന്നും പറ്റില്ല, മൊത്തം മണ്ണാണ്. ഈ ഒരു കടലിൻ്റെ മറുവശം കണ്ടോ അപ്പുറേ വലിയ വാദികളൊക്കെ വന്ന് അവിടുത്തെ റോഡുകളൊക്കെ മൊത്തം പോയി കേട്ടോ. നല്ല രസമായി ഇലക്കടെ ഈ പുല്ലിൻ്റെ അകത്തോടെ ഇങ്ങനെ നടക്കാനൊക്കെ ഇങ്ങനെ. ശരിക്കും നമ്മുടെ നാട്ടിലത്തെ പാർക്കുകൾ ഇങ്ങനെ കടലോരത്തുള്ള കുറേ പാർക്കുകളൊക്കെ ഇതുപോലെ ആക്കിയെങ്കിൽ നല്ലതായിരുന്നു അല്ലേ. ഇതുപോലെ ഇങ്ങോട്ടുള്ള പാലമൊക്കെ ഇതുണ്ടോ ഇതൊക്കെ വിട്ടുപോയി കേട്ടോ. പണ്ട് ഇതിലൂടെ ഇങ്ങനെ നല്ല രീതിയിൽ പോകായിരുന്നു. ശരിക്കും പറഞ്ഞാണല്ലോ നമ്മളെ അതിശയിപ്പിക്കുന്ന രീതിയിൽ വെള്ളം ഇങ്ങനെ ഫുള്ള് ഇവിടെ മൊത്തം വെള്ളം ഇങ്ങനെ കവർ ചെയ്ത് വന്ന സ്ഥലമാട്ടോ എല്ലാം കണ്ടോ. ഭയങ്കര രസമല്ലേ ഈ പാലം. പക്ഷെ ഇവിടെയൊക്കെ ഫുള്ള് നിറഞ്ഞു പോയതാ. ഇത് അവിടെ അതിൻ്റെ സൈഡ് കാണിച്ചു തരാവേ. ഇതൊക്കെ ഫുള്ള് കണ്ടോ. ഇവിടെ ഒന്നും മണ്ണ് ഇങ്ങനെയല്ല, നല്ല ടൈലൊക്കെ നല്ല അടിപൊളിയായിട്ട് കാണാറുണ്ട്. ഫുള്ളായിട്ട് ഇങ്ങനെ വെള്ളം കയറി മൊത്തം പോയതാ. അതുപോലെ കണ്ടോ ഇതുണ്ടോ അവിടുത്തെ റോഡും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ വണ്ടി നമുക്ക് ഇങ്ങനെ കറങ്ങി പോകാൻ സ്ഥലമായിരുന്നു. അത്രയ്ക്ക് അടിപൊളിയായിരുന്നു കേട്ടോ. ഇനിയിപ്പം ഇവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ, ഒരു പക്ഷേ ഇതിനി
വീണ്ടും പുതിയ രീതിയിൽ കുറച്ച് നാൾ കഴിയുമ്പോൾ നിർമ്മിച്ചെടുക്കും കേട്ടോ. ഇനി ഇതുപോലെ ആക്കില്ല, ഇത് മൊത്തം ചിലപ്പോൾ ഇടിച്ച് കളഞ്ഞിട്ട് വേറെ രീതിയിലാക്കും എടുക്കുന്നത്. കാരണം ഇതിലേക്കടെയൊക്കെ വണ്ടി ഇങ്ങനെ പാർക്ക് ചെയ്തുകൊണ്ട് എല്ലാവരും ഇവിടെ ഇങ്ങനെ കടലിലോട്ട് ഇറങ്ങിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇവിടെ ഒന്നുമില്ല കേട്ടോ. കണ്ടോ കണ്ടോ ഇവിടുത്തെ ഇതവസ്ഥ ഉണ്ടോ? നമ്മുടെ വെയിൽ അവിടെ നിന്ന് ആയതുകൊണ്ട് എങ്ങനെയാ നിങ്ങൾക്ക് കാണാമെന്ന് എനിക്കറിയില്ല. ഇതുണ്ടോ ഇവിടെ ഫുള്ള് പോയി കണ്ടോ. അവിടുന്ന് കടലിങ്ങനെ എടുത്ത് മൊത്തം ഇങ്ങനെ കയറി വന്നേക്കണ കടൽ. എന്താ അല്ലേ, ഒരൊറ്റ വെള്ളപ്പൊക്കം കൊണ്ട് ഈ ഒരു രാജ്യത്തിന് ഉണ്ടായ നഷ്ടം എത്രയാണ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. കാരണം അത്രമാത്രം നഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇത് ചെറിയൊരു ഭാഗം മാത്രം കേട്ടോ. ഇതുപോലെ തന്നെ മസ്കലിലൊക്കെ നിങ്ങൾ ചെന്നാൽ ഇഷ്ടം പോലെ സ്ഥലങ്ങൾ ഇതുപോലെ ഉണ്ട്. എന്തായാലും നിങ്ങളൊക്കെ ഒമാനിൽ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ സ്ഥലത്ത് താമസിക്കുന്ന സ്ഥലത്തൊക്കെ എന്തെങ്കിലും നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഫോട്ടോ ഒക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക കേട്ടോ. ഞാൻ എന്താ ഇവിടെ അങ്ങനെ കാണിച്ചു തരാം. ഇവിടെ കടലെടുത്ത് പോയേക്കണം കേട്ടോ. ഇതൊക്കെ അവിടുന്ന് വെള്ളം ഇങ്ങനെ നിറഞ്ഞ് കയറിയിരിക്കണേ. ഇത് മൊത്തം ഇങ്ങനെ ഇതുണ്ട്. ഇവിടെയൊക്കെ മൊത്തം ഇങ്ങനെ വിട്ടു പോയേക്കണം കേട്ടോ. കണ്ടോ കടലെടുത്ത് പോയേക്കണം കേട്ടോ. എന്നല്ലേ അപ്പം എന്തോരം വെള്ളമായിരിക്കല്ലേ വന്നേക്കണേ. നമുക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ആ വെള്ളം. നമ്മുടെ നാട്ടിൽ പ്രളയം ഉണ്ടായില്ലേ, അതേ സെയിം അവസ്ഥ. ഇതുണ്ടോ ഈ തെങ്ങിൻ്റെയൊക്കെ ഒഴുകി വന്നതായിരിക്കും ചിലപ്പോൾ മിക്കവാറും. പക്ഷെ എന്നെ വളരെ മികച്ച രീതിയിലുള്ളൊരു കൺസ്ട്രക്ഷൻസ് ആണ് ഇവിടെ എല്ലാം നടത്തിയേക്കുന്ന. പാർക്കാണല്ലോ നല്ല രീതിയിലാണ് അവർ മെയിൻറ്റെയിൻ ചെയ്തേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ നാടൊക്കെ ഇതുപോലെയൊക്കെ എത്ര സ്ഥലങ്ങളിങ്ങനെ ഉണ്ടാകാം നല്ല രീതിയിൽ. അപ്പോൾ ഇനി വരുന്ന തലമുറയ്ക്ക് വേണ്ടി നല്ല പാർക്കുകൾ നല്ല കാര്യങ്ങളൊക്കെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു കേട്ടോ. കേരളത്തിൽ ഇതുപോലെ കടലോരമൊക്കെ നല്ല അടിപൊളിയായിട്ട് പണിതെടുത്ത് നല്ല സെറ്റപ്പായിട്ട് വരട്ടെ. അപ്പോൾ ഇതാണ് ഈ ഒരു മഴ കഴിഞ്ഞ പിന്നെ ഇവിടുത്തെ ഉള്ള സ്ഥലങ്ങളിലെ അവസ്ഥ കേട്ടോ. അപ്പോൾ നമ്മുടെ നാട്ടിലും ഇനി മഴക്കാലമൊക്കെ വരാൻ പോവാണ്. ഇനി ഒരിക്കലും പ്രളയമൊന്നും ഉണ്ടാവില്ലേ എന്ന് നമുക്ക് മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ ഒരു രാജ്യത്തും ഇതുപോലെയുള്ള പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാവില്ലേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. കാരണം ചിലത് നമുക്ക് തടുക്കാൻ പറ്റില്ല. എത്രത്തോളം നാശനഷ്ടം വധിക്കുമെന്ന് നമുക്കറിയാലോ. ചെറിയൊരു ഉദാഹരണം മാത്രമാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള സ്ഥലങ്ങളൊക്കെ പല സ്ഥലങ്ങളും ഒരുപാട് നാശനഷ്ടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഒരു കൊച്ചു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് കരുതുന്നു. അപ്പോൾ വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ. അപ്പോൾ എല്ലാവരും സേഫായിട്ടിരിക്കും കേട്ടോ. ഇതിന് അഞ്ചിലും